എല്ലാവർക്കും ഉദ്ധിതനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. മാർച്ച് 31 മുറാനോയിലെ വിശുദ്ധ ഡാനിയൽ. ജനനം 1344 വെനീസിൽ. മരണം 1411 വെനീസിൽ. രക്തസാക്ഷി, സന്യാസി, ഭർത്താവ്, പിതാവ്, കച്ചവടക്കാരൻ, രാഷ്ട്രീയക്കാരൻ, പാവപ്പെട്ടവർ അപ്പസ്തോലൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്നു വിശുദ്ധ ഡാനിയൽ. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യവസായി തനിക്കുള്ള സമ്പത്തെല്ലാം പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ട് കമാൽഡോലിസ് സഭയിലെ ഒരു സന്യാസിയായി തീർന്നു എന്നതിനപ്പുറം വലിയ വിവർത്തനമൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ലഭ്യമായിരുന്നില്ല. അനേകം വ്യക്തികൾ ഓൺലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കമൻറ്റുകളെ സംഗ്രഹിച്ചുകൊണ്ട് വിശദമായി ഇവിടെ പ്രതിപാദിക്കുന്നു. ജമോണയിലെ മദ്ദലീന സാവിയോയിലെ നിക്കോളാസിയോ ഡി അഗ്രിസ്പാച്ചയുടെ മൂത്ത മകനായി കോർമൺസ് കോട്ടയിലാണ് 1344 ഡാനിയൽ ജനിച്ചത്. മാതാപിതാക്കൾ ജർമ്മൻ പാരമ്പര്യത്തിലുള്ളവരാണ്. പിന്നീട് ഇറ്റലിയിലെ വെനീസിൽ സ്ഥിരതാമസമാക്കുമ്പോഴാണ് മൂത്ത മകനായി ഡാനിയൽ ഭൂജാതനായത്. പോർഡെനോണിലേക്ക് മാറി താമസിച്ച കുടുംബം ഡാനിയലിന് 20 വയസ്സുള്ളപ്പോൾ നഗരത്തിലെ കുലീന കുടുംബത്തിൽ നിന്നും വിവാഹാലോചന നടത്തി. ഉർസിന റിച്ചിയേരി എന്നായിരുന്നു ഡാനിയലിൻ്റെ ഭാര്യയുടെ പേര്. അവരുടെ മകൾ ലൂസിയ 1384 ജിയാക്കോമോസ് പെല്ലഡിയെ വിവാഹം കഴിച്ചു. പ്രാദേശിക യുദ്ധത്തിൻ്റെയോ അശാന്തിയുടെയോ ഭാഗമായി 1365 മുതൽ 3 വർഷക്കാലം ഡാനിയൽ തടവുകാരനായി തീർന്നു. പട്ട്, കമ്പിളി, പശുത്തോൽ കൊണ്ടുള്ള വസ്ത്രങ്ങളുടെ കച്ചവടക്കാരനായിരുന്നു ഡാനിയൽ. അദ്ദേഹം നല്ലൊരു ഭർത്താവും പിതാവുമായിരുന്നു. സഭാസംബന്ധമായ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു. ദരിദ്രരോട് സഹാനുഭൂതിയോടെ വർത്തിച്ചു. ഒരു മേയർക്ക് സമാനമായ രാഷ്ട്രീയ പദവിയും അക്കാലയളവിൽ അലങ്കരിച്ചിരുന്നു. ഇക്കാലങ്ങളിൽ കമാൽഡോലിസ് സന്യാസ സമൂഹത്തെ പരിചയപ്പെടുവാനും മണിക്കൂറുകളോളം അവരുമായി പങ്കിടുവാനും കഴിഞ്ഞത് ബൈബിൾ വായനയും മറ്റ് ആധ്യാത്മിക ഗ്രന്ഥവായനയും ശീലമാക്കുവാൻ കാരണമായി. അത് അദ്ദേഹത്തെ സന്യാസത്തിലേക്ക് ആകർഷിച്ചു. വെനീസിലേക്കുള്ള യാത്രക്കിടയിൽ ഡാനിയൽ മുറാനോ ദ്വീപിലെ പ്രധാനപ്പെട്ട കമാൽഡോലിസ് മൊണാസ്ട്രി സന്ദർശിച്ചതാണ് പൂർണ്ണസമയ സന്യാസത്തിലേക്ക് തിരിയുവാൻ ഇടയായത്. 19 വർഷക്കാലമാണ് കുടുംബ സാമൂഹിക ജോലി പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് നിരന്തരം ആശ്രമം സന്ദർശിച്ചുകൊണ്ട് ഒരു പാർട്ട് ടൈം സന്യാസിയെപ്പോലെ ജീവിച്ചത്. ഭാര്യയുടെ അനുവാദത്തോടെ 1380 അദ്ദേഹം കമാൽഡോലിസ് സഭയുടെ ഒബ്ലേറ്ററായി തീർന്നു. 1398 വെനീസിലെ വിശുദ്ധ മാർക്കോസ് ലീഹായുടെ ദേവാലയത്തിൻ്റെ പ്രക്യൂറേറ്ററായി നിയമിക്കപ്പെട്ടു. 1411 തൻ്റെ പാരമ്പര്യ സ്വത്തുക്കളുടെ അവകാശിയായി ഭാര്യയെ നിയമിച്ച ശേഷം ലൗകിക ജീവിതത്തിൽ നിന്ന് 50-ാം വയസ്സിൽ വിടവാങ്ങി. ഒരിക്കൽ തൻ്റെ ആശ്രമത്തിലെ സെല്ലിലായിരിക്കുമ്പോൾ ചില മോഷ്ടാക്കൾ അദ്ദേഹത്തെ കടന്നാക്രമിക്കുകയും കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒരു ബൈബിളും വിശുദ്ധ അഗസ്റ്റിൻ്റെ പ്രഭാഷണങ്ങളുടെ പുസ്തകവും വിശുദ്ധരുടെ കഥകളുമല്ലാതെ മറ്റൊന്നും അവർക്ക് ആ ദാനധർമ്മത്തിൻ്റെ പ്രഭുവിൻ്റെ മുറിയിൽ നിന്നും കണ്ടെത്താനാകാത്തതാകാം കൊലപാതകത്തിലേക്ക് നയിച്ചത്. കമാൽഡോലിസ് പിതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആശ്രമത്തിനുള്ളിലെ ഡോണ പ്രഭുക്കന്മാരുടെ കുടീരത്തിനുള്ളിൽ സംസ്കരിച്ചു. ദാനധർമ്മത്തിൻ്റെ രക്തസാക്ഷിയെന്ന് സകലരും അദ്ദേഹത്തെ വിളിച്ചു. 1435 മാർച്ച് 31 ആ ദീപം അതിൻ്റെ ഉജ്ജ്വല ശോഭ മരണശേഷവും നിലനിർത്തിയെന്നതിൻ്റെ അടയാളമായിരുന്നു. അടക്കം ചെയ്ത് 24 വർഷത്തിന് ശേഷം 1435 തുറന്ന കല്ലറയിൽ നിന്നുയർന്ന ഹൃദ്യമായ സുഗന്ധവും ശോഭയേറിയതുമായ അഴുകാത്ത ശരീരം. ഡാനിയൽ ജീവിതത്തിൽ പ്രകടമാക്കിയ വിശുദ്ധിയെ അക്ഷയ ശരീരം സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്ന് ടോർസെല്ലോയിലെ ബിഷപ്പ് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ശരീരം അൾത്താരവണക്കത്തിനായി വിട്ടു നൽകി. വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളിച്ചെയ്തതുപോലെ അവൻ ഉയിർപ്പിക്കപ്പെട്ടു. വിചിന്തനം. കുടുംബത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട, പൊതുജീവിതത്തിലേർപ്പെട്ട,
വാണിജ്യ വ്യവസായത്തിലേർപ്പെട്ട വിശുദ്ധ ഡാനിയേലിന് ദൈവവചനം എപ്പോഴും പ്രാധാന്യമുള്ളതായിത്തീർന്നു നീണ്ട 19 വർഷക്കാലം. പ്രാർത്ഥനാധിഷ്ഠിതമായ കമാൽഡോലി സന്യാസക്രമം അണുവിട തെറ്റാതെ പാലിക്കാൻ അവയൊന്നും അദ്ദേഹത്തിന് തടസ്സമായിരുന്നില്ല. ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകിയതിന് അടയാളമാണ് ഉയിർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ പോലെ ശോഭയേറിയ സുഗന്ധം പരത്തുന്ന അക്ഷയ ശരീരം 24 വർഷങ്ങൾക്ക് ശേഷവും കേടുകൂടാതെ കാണപ്പെട്ടത്. അത് ഇന്നും മാറ്റമില്ലാതെ അങ്ങനെ തന്നെ കാണപ്പെടുന്നു. ആഴ്ചയിലൊന്നോ കടമുള്ള പ്രധാനപ്പെട്ട തിരുനാളിലെങ്കിലും പള്ളിയിൽ പോകാനോ അനുദപിക്കാനോ മടി കാണിക്കുമ്പോഴും, സമയമില്ലെന്ന് പറഞ്ഞ് അനുദിന പ്രാർത്ഥനയിൽ നിന്ന് നാം വിട്ടകന്നു നിൽക്കുമ്പോഴും ഓർക്കണം, ഇതിനൊന്നിനും മുടക്കം വരുത്താതെ ജീവിച്ച് മരിച്ച വിശുദ്ധ ഡാനിയേലിനെ.